രാവിലെ നമുക്ക് ചൂട് ചായ കുടിക്കാം. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദോശയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചൂട് ചായയും ദോശയും ചമ്മന്തി. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാപ്പികുടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീൻ സ്റ്റാളിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. അപ്പം ഇതാണ്ടേ ഈ മീനാണ്, നല്ല കഷ്ണമുള്ള മീനാണ് കേട്ടോ. അപ്പം അതാണ് കൊണ്ടുവന്നത്. അതിൻ്റെ മുട്ട സെപ്പറേറ്റ് പാക്ക് ചെയ്ത് കൊടുത്ത്, അപ്പം മുട്ട താണ്ട അരപ്പൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് നമുക്ക് അതങ്ങ് കറി വെക്കാനായിട്ട് ചെറിയ ഉള്ളിയും തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി, തക്കാളി ഞാനങ്ങ് അരച്ചത് കേട്ടോ, അരച്ചങ്ങ് ചേർത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയിട്ട് മീനും ഇട്ടങ്ങ് മീൻ കറിയും വെച്ചിട്ട്, പിന്നെ ഞാൻ മത്തങ്ങ ഉണ്ടായിരുന്നു. അപ്പം എവിടെ പോയാലും ഇച്ചിരി മത്തങ്ങ ഞാൻ മേടിക്കും. അല്ലെങ്കിൽ മത്തങ്ങ എരിശ്ശേരി നല്ലതാണ് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതും മത്തങ്ങ എരിശ്ശേരിയും ആക്കി മീൻ കറിയും വെച്ച് ആ മുട്ടയും അങ്ങ് പൊരിക്കാം, മീനിൻ്റെ മുട്ടയും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കറികൾ. അപ്പോഴത്തേക്കിനും നമ്മൾ മീനെല്ലാം പറക്കിയിട്ടിട്ട് നമ്മൾ മുട്ട പൊരിക്കാനുള്ള എണ്ണയൊക്കെ ഒഴിച്ചിട്ട് മുട്ട പറക്കിയിട്ട് അത് ഒന്ന് അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. മുട്ടയെല്ലാം കൂടെ ഇങ്ങനെ തെറിച്ച് എണ്ണയെല്ലാം കൂടെ തെറിച്ച് നമ്മുടെ ദേഹത്തൊക്കെ വീഴും. അതുകൊണ്ട് ഈ മുട്ട ഇടുമ്പോൾ എപ്പോഴും ഇച്ചിരി ഒരു അടപ്പെടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുന്നതല്ല. അങ്ങനെ അടച്ചു വെച്ചിട്ട് മത്തങ്ങ കട്ട് ചെയ്ത് അതും അങ്ങ് റെഡിയാക്കാം. മത്തങ്ങ എരിശ്ശേരി അതും പെട്ടെന്നങ്ങ് റെഡിയാക്കി. അങ്ങനെ അപ്പോഴത്തേക്കിന് നമ്മുടെ മീൻ ദാണ്ട തിളച്ച്, ഒരു ശകല തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട് അവസാനം. ഇത് മത്തങ്ങ എരിശ്ശേരിക്കുള്ള അരപ്പിടുക കേട്ടോ. അങ്ങനെ ദാണ്ട ചോറും സലാഡ്, മുട്ട പൊരിച്ചതായത് കേട്ടോ. കുരുമുളകൊക്കെ ഇട്ട് നല്ല എരിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. മത്തങ്ങ എരിശ്ശേരിയും മീൻ കറിയും ചോറും പിന്നെ സലാഡും. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് ഇത്രയേ ഉള്ളൂ. നല്ല മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റുള്ള മീനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.